തൻ്റെ ഭൂമി തനിക്ക് വേണം. അത് തങ്ങളുടെ നിലനിൽപ്പാണ്. അവിടെ ചവിട്ടിയാണ് ഞങ്ങൾ വളർന്നത്. സ്വന്തം ഭൂമിയിൽ വിത്തിടാനായി നഞ്ചിയമ്മ പോരാട്ടം തുടങ്ങിയിട്ട് വർഷം കുറേയായി. മുമ്പത്തെ കാലത്തിന് എങ്ങനെയെന്ന് പറഞ്ഞാൽ അവർ പാട്ടത്തിനാണ് വാങ്ങിക്കൊണ്ട് ചെയ്തത്. ഇപ്പോഴത്തെ കാലത്തിന് പാട്ടത്തിന് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഞങ്ങൾ കൊടുക്കില്ല. ഞങ്ങൾക്ക് വിവരം വന്നു, ഇപ്പോഴത്തെ മക്കൾക്ക് വിവരം വന്നു, കൊടുക്കില്ല. ആര് വന്ന് ചോദിച്ചാൽ ഭൂമി വിട്ടു കൊടുക്കില്ല. അവർ പാട്ടത്തിന് കേട്ടാലും ശരി, പൈസ തന്നിട്ട് ഞങ്ങൾ ഭൂമി വേണമെന്ന് പറഞ്ഞാലും ശരി, ഞങ്ങൾ ഇപ്പം ഓരോ സെൻറ്റ് പോലും ഞങ്ങൾ കൊടുക്കാൻ പറ്റില്ല അട്ടപ്പാടിനെ. പൊന്നും വിലയുള്ള നല്ല കണ്ണായ ഭൂമിയാണ് നഞ്ചിയമ്മയുടേത്. എനിക്ക് പിന്നിൽ കാണുന്നൊരു സ്ഥലമുണ്ടല്ലോ, അതൊരു ദേശീയ അവാർഡ് ജേതാവിൻ്റെ സ്ഥലമാണ്. പക്ഷേ ചില തർക്കങ്ങളും പ്രശ്നങ്ങളും കാരണം അവർക്കിതിലിപ്പോൾ പ്രവേശിക്കാനോ ഒന്നും ചെയ്യാനോ കഴിയില്ല. അവകാശ തർക്കത്തിൽ കീഴ്ക്കോടതി നഞ്ചിയമ്മയ്ക്ക് അനുകൂലമായി വിധിച്ചു. ഞങ്ങൾക്കറിയില്ല അത് എങ്ങനെ ഇത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് നോട്ടീസ് വന്നാൽ മാത്രമാണ് അറിയുന്നത്. ഞങ്ങൾ പോയി അവരോട് ശല്യം ചെയ്യില്ല. അവർ വന്നിട്ട് ഞങ്ങളെയാണ് ശല്യം ചെയ്യുന്നത്. ഇതാ ഞങ്ങളുടെ സേ ഓർഡർ വാങ്ങി വന്നിട്ടുണ്ട്, ഇനി ആ കാട്ടിന് ആരും ഇറങ്ങണ്ട, അതിനെ കൃഷി ചെയ്യണ്ട. ഞാൻ ആ കാട് വാങ്ങിയിരിക്കണവർ, ആ സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞവർ ഇപ്പം അത് ചെയ്യുന്നത്. വ്യാജരേഖ ചമച്ചാണ് തന്റെ ഭൂമി തട്ടിയെടുത്തതെന്ന പരാതി നൽകിയിട്ടും അന്വേഷണം എവിടെയും എത്തിയില്ല. ഇന്നും കോടതി വ്യവഹാരങ്ങളുടെ നൂലാമാലകളിൽപ്പെട്ട് കിടക്കുകയാണ് നഞ്ചിയമ്മ. അത് മുമ്പത്തെ കാലത്തിന് കൊടുത്ത ഭൂമികൾ ഇപ്പം വള്ളത്തെ വാങ്ങി കുടിക്കാൻ വെച്ചിട്ടാണ് ഭൂമികളിനെ എഴുതി റെസിറ്റ് വാങ്ങി അവർ ഒപ്പിട്ട് വാങ്ങുന്നത്. ഒന്നും தெரியாത്തവർക്ക്, കുടിക്കണവർക്കൊക്കെ ഒന്നും അറിയില്ലല്ലോ. അവരെന്ത് വിളിച്ചാൽ അവർ ഇട്ട് കൊടുക്കും. അപ്പം ഇത് എൻ്റെ ഭൂമിയിൽ നിന്ന് എടുക്കുന്നതാണ് അട്ടപ്പാടിനെ. അങ്ങനത്തെ സംഭവമല്ല ഇപ്പം അട്ടപ്പാടിനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നഞ്ചിയമ്മയെ പോലെ തന്നെ ഒരുപാട് അമ്മമാർ പ്രതീക്ഷയിലാണ് തങ്ങളുടെ ഭൂമി തിരികെ കിട്ടുമെന്ന്. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.